നമ്മുടെ മലയാള സിനിമയിൽ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയാണ് സ്റ്റെറിയോ ടൈപ്പിംഗ്. ചുരുക്കി പറഞ്ഞാൽ സ്ഥിരസങ്കല്പം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ മാത്രം വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി മലയാള സിനിമയിൽ ഉപയോഗിച്ചു പോന്നിരുന്ന ചില സ്റ്റെറിയോ ടൈപ്പിംഗ് കഥാപാത്രങ്ങളായിരുന്നു സ്വവർഗ അനുരാഗമോ ഇന്റൻസ് ആയ ബോൾഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി കനി കുസൃതിയെ ഉപയോഗിക്കുക, ഒരു സ്ത്രീയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കഥാപാത്രത്തിന് ബാലൻ കെ നായരെ ചൂസ് ചെയ്യുക, നായകന് വേറൊരു നായികയെ കിട്ടാൻ വേണ്ടി സ്വയം മാറിക്കൊടുത്ത പെൺകുട്ടിയായി ജോമോളെ കാണിക്കുക, മരിക്കാൻ വേണ്ടി മാത്രം സിനിമയിൽ കഥാപാത്രമായി വരുന്ന സന്തോഷ് കീഴാറ്റൂര്, സ്ഥിരം മന്ത്രവാദിയായി തിലകനെ കൊണ്ടുവരിക, കടബാധ്യതയും പ്രാരാബ്ദവും ഏറുന്ന കഥാപാത്രമായി സൈജു കുറുപ്പിനെ കൊണ്ടുവരിക, ഹൈറേഞ്ച് ആണെങ്കിൽ ജാഫർ ഇടുക്കിയും, അതിദാരിദ്ര്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി രമ്യ സുരേഷിനെ ഉപയോഗിക്കുക എന്നിങ്ങനെ. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു മടുത്ത കഥാപാത്രങ്ങളും അത് ചെയ്ത നടീനടന്മാരെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പ്രതാപചന്ദ്രൻ 4 പതിറ്റാണ്ടിലേറെയായി 400-ലധികം സിനിമകളിൽ അഭിനയിച്ച പ്രതാപചന്ദ്രനെ മലയാള സിനിമ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റെറിയോ ടൈപ്പായി ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇവിടെ കഥാപാത്രമല്ല വരുന്നത്, പകരം അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രമാണ്. 1960-ലാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ചെറിയ റോളുകളിലൂടെ വന്ന് പിന്നീട് 70-കളുടെ തുടക്കമായപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിനെ കാണാൻ ഒരു റിച്ച് ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കഥാപാത്രങ്ങൾ മിക്കതും സമ്പന്നനായ അല്ലെങ്കിൽ അധികാരമുള്ള ഒരു ഫ്യൂഡൽ വ്യക്തിയുടേതായിരുന്നു. എന്നാൽ പ്രതാപചന്ദ്രനെ സ്റ്റെറിയോ ടൈപ്പ് ആക്കിയത് മലയാള സിനിമ അദ്ദേഹത്തിന് കൊടുത്ത വെള്ള വസ്ത്രമായിരുന്നു. ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ബഹുഭൂരിപക്ഷം വെള്ളയും നിറഞ്ഞ കോസ്റ്റ്യൂമുകളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒന്നുകിൽ വെള്ള ജുബ്ബ, വെള്ളമുണ്ട്, അതല്ലെങ്കിൽ വെള്ള ഷർട്ട്. ഇനി പള്ളിയിലച്ചന്റെയോ വക്കീലിന്റെയോ കഥാപാത്രമാണെങ്കിലോ അവിടെയും വെള്ള. അങ്ങനെ ആകെ മൊത്തം ഒരു വെള്ളമയം. 70-കളുടെ പകുതി മുതൽ അദ്ദേഹത്തെ ഒരുപാട് സിനിമകളിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളിൽ കാണാമായിരുന്നു. മദാലസ, ലിസ, തമ്പുരാട്ടി തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. 80-കളിലേക്ക് വരുമ്പോൾ ആക്രോശം, ഈ നാട്, ഇത്തിരി നേരം ഒത്തിരി കാര്യം തുടങ്ങിയ 18ഓളം സിനിമകളിൽ അദ്ദേഹത്തെ വെള്ള വസ്ത്രത്തിൽ കാണാൻ കഴിയും. ഇനി 90-കളിലേക്ക് വന്നാലും രാജധാനി, 1000 നാവുള്ള അനന്തൻ തുടങ്ങിയ 9ഓളം സിനിമകളിൽ ഇതേ വെള്ളവസ്ത്രം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും അവസാന സമയത്ത്, അതായത് 2000-ന്റെ തുടക്കത്തിൽ അദ്ദേഹം ആക്ട് ചെയ്ത ചില സിനിമകൾ A സർട്ടിഫൈഡ് B ഗ്രേഡ് സിനിമകളായിരുന്നെങ്കിലും ആ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം പതിവ് പോലെ വീണ്ടും വെള്ളയും തന്നെയായിരുന്നു. ഒരുപക്ഷെ പ്രതാപചന്ദ്രൻ എന്ന നടനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ രൂപം അദ്ദേഹം ഒരു വെള്ള ജുബ്ബയും വെള്ള മുണ്ടും അണിഞ്ഞു നിൽക്കുന്നതായിരിക്കും, അല്ലേ? ഒരേ കഥാപാത്രത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് വെറുപ്പിച്ച ഒരുപാട് നടീനടന്മാരുണ്ടായിരുന്നെങ്കിലും ഒരു നടൻ തന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഒരേ കോസ്റ്റ്യൂമിൽ പ്രത്യക്ഷപ്പെട്ട എന്ന റെക്കോർഡ് മലയാള സിനിമയിൽ വേറെ ആർക്കും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മോണിക്ക 2000-ന്റെ തുടക്ക സമയത്ത് ഒരുപാട് മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു നടിയായിരുന്നു മോണിക്ക. നിഷ്കളങ്കമായ ചിരിയും സാധുവായ കഥാപാത്രവുമായിട്ടാണ് മോണിക്ക തന്റെ കരിയറിലെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ മോണിക്ക ഒരു നിർഭാഗ്യ നായിക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മോണിക്കയുടെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും മോണിക്കയുടെ കഥാപാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തിയെ ക്ലൈമാക്സിൽ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നീട് വളരെ നിസ്സഹായിയായി എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കഥാപാത്രമായിട്ടാണ് മോണിക്ക സിനിമയിൽ വരുന്നത്. ഫാൻറ്റം പൈലി, കണ്ണിനും കണ്ണാടിക്കും, തമിഴ് സിനിമയായ ഭഗവതി, ഗൗരവർകൾ, സിലന്തി എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. നായകനെ നഷ്ടപ്പെടുന്ന നായിക എന്ന ലേബൽ ഒരുപാട് തവണ കിട്ടിയതുകൊണ്ടായിരിക്കാം മോണിക്ക എന്തുകൊണ്ടോ പിന്നീട് കരിയറിൽ മാറ്റം ആഗ്രഹിച്ചെങ്കിലും ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഈ ഒരു സ്റ്റെറിയോ ടൈപ്പിംഗ് തന്നെയായിരുന്നു. മാമുക്കോയ മലയാള സിനിമാ ചരിത്രത്തിൽ കഥ പറച്ചിലിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളായിരുന്നു ചായക്കടകൾ. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ ആസ്ഥാന ചായക്കടക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ കാണൂ, മാമുക്കോയ. അഭിനയിച്ച 450-ലധികം സിനിമകളിൽ 100-ലധികം സിനിമകളിൽ ചായക്കടക്കാരനായി അഭിനയിച്ച വേറൊരു നടൻ മലയാള സിനിമയിൽ കാണുമോ എന്നുള്ളത് സംശയമാണ്. തന്റെ സ്ഥിരം മലബാർ സ്ലാങ്ങിൽ ഒരു സാധാരണ കൈലിമുണ്ട് കൊടുത്ത് മാമുക്കോയെ അവതരിപ്പിച്ച എത്രയെത്ര ചായവാല കഥാപാത്രങ്ങൾ. കഥ പറയുമ്പോൾ മന്ത്രമോതിരം, പൊന്മുട്ടയിടുന്ന താറാവ്, പട്ടാളം, കൗതുക വാർത്തകൾ തുടങ്ങി 100-ലധികം ചായവാല കഥാപാത്രങ്ങൾ. ചായക്കടയിലെ കുശലം പറച്ചിലും ചായയും കടിയും ഉണ്ടാക്കി വിളമ്പുന്ന രീതിയും രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ചായക്കട സംഭാഷണങ്ങളും തർക്കങ്ങളുമെല്ലാം ഒരു യഥാർത്ഥ ചായക്കടക്കാരനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഒരേ കഥാപാത്രങ്ങൾ ഒരേ സ്ലാങ്ങിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവതരിപ്പിച്ചപ്പോഴും ഒരു ആവർത്തന വിരസതയും പ്രേക്ഷകർക്ക് തോന്നിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാമുക്കോയുടെ ചായവാല കഥാപാത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയുമല്ലോ. അമൃത കൃഷ്ണകുമാർ ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആളെ മനസ്സിലായെന്ന് വരില്ല. എന്നാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കണ്ടവർക്ക് സിനിമയുടെ തുടക്കത്തിൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രമായി വഴക്കിടുന്ന സ്ത്രീയെ ഓർമ്മയുണ്ടാകും. വഴക്കിടാനുള്ള ഒരു പ്രധാന കാരണം ആ സ്ത്രീയുടെ കഥാപാത്രം താനൊരു ഗർഭിണിയാണെന്ന് പറയുന്നതിലൂടെയാണ്. ഇവിടെ പറയുന്ന ഗർഭിണി ഇത് തന്നെയാണ് ഈ നടിയെ സ്റ്റെറിയോ ടൈപ്പ് ചെയ്യിപ്പിക്കുന്നത്.
സമീപകാലത്തെ വളരെ കുറച്ച് സിനിമകളിലൂടെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു യുവ നടിയാണ് അമൃത കൃഷ്ണകുമാർ. ഗർഭിണിയായ ഒരു സ്ത്രീ എന്ന റോളാണ് വീണ്ടും വീണ്ടും ഈ നടിക്ക് മലയാള സിനിമ കൊടുക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഫേക്ക് ഗർഭിണിയും, മലയാളി ഫ്രം ഇന്ത്യയിലെ ഗർഭിണി കഥാപാത്രവും, കേരള ക്രൈം ഫയൽസിലെ നവാസ് വള്ളിക്കുന്നിന്റെ ഗർഭിണിയായ ഭാര്യ കഥാപാത്രവും, അതോടൊപ്പം കരിക്കിന്റെ ജബല സീരീസിലും ഗർഭിണി റോൾ തന്നെയായിരുന്നു അമൃതയ്ക്കുണ്ടായിരുന്നത്. എന്തായാലും നല്ല കഴിവുള്ള നടി മലയാള സിനിമയിൽ സ്റ്റെറിയോടൈപ്പായി പോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബിനു പപ്പു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായ ഒരു നടനാണ് ബിനു പപ്പു. എന്നാൽ ബിനു പപ്പുവിനെയും ഒരു സ്റ്റെറിയോ ടൈപ്പായിട്ട് മലയാള സിനിമ ഉപയോഗിക്കാറുണ്ട്. 2014 അഭിനയം ആരംഭിച്ച ബിനു പപ്പു തന്റെ 5ാമത്തെ സിനിമ മുതൽ ഇന്ന് വരെയുള്ള 12ഓളം സിനിമകളിൽ പോലീസ് കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. ലൂസിഫർ, പരോൾ, കാണേ കാണേ, ഓപ്പറേഷൻ ജാവ, ബ്രൊമാൻസ്, തുടരും, അങ്ങനെ ഒരുപാട് പോലീസ് വേഷങ്ങളുള്ള സിനിമകൾ. യൂണിഫോം ഇല്ലാത്ത പോലീസ് കഥാപാത്രമായും അദ്ദേഹം സിനിമകളിൽ വീണ്ടും വീണ്ടും അഭിനയിക്കുന്നുണ്ട്. എക്കോ പോലുള്ള സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. ഇത് വന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സിനിമാ പോസ്റ്ററിൽ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു പോലീസ് കഥാപാത്രമാണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എക്കോ പോലുള്ള സിനിമകളിൽ ബിനു പപ്പു ഒരു പോലീസ് ആണെന്ന് ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരുപാട് പോലീസ് വേഷങ്ങളിൽ കണ്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രേക്ഷകർ സിനിമ കാണുമ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ആയിരിക്കുമോ എന്ന് വരെ ചിന്തിക്കാനും സാധ്യതയുണ്ടായിരുന്നു. 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലും ലാലു അലക്സും ഇതുപോലെ തുടർച്ചയായി ഒരുപാട് സിനിമകളിൽ പോലീസ് കഥാപാത്രമായി അഭിനയിച്ചിരുന്നു. ഒരു പോലീസ് ഫിസിക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സിനിമയിലും പോലീസ് കഥാപാത്രമായി സ്റ്റെറിയോടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആവർത്തന വിരസത ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമല്ല. ബിബിൻ ചന്ദ്രൻ. ടൊബീനോ തോമസിന്റെ നടികർ എന്ന സിനിമ കണ്ടവരാരും ഈ ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മറക്കാനിടയില്ല. ഇദ്ദേഹത്തിന്റെ പേര് ബിബിൻ ചന്ദ്രൻ എന്നാണ്. ഇദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു എഴുത്തുകാരനും തിരക്കഥാകൃത്തും കൂടിയാണ്. ഡാഡി കൂൾ, ബെസ്റ്റ് ആക്ടർ, ABCD, 1983, കിങ് ലെയർ, പാവാട പോലുള്ള സിനിമകളുടെ തിരക്കഥയും ഡയലോഗും ഇദ്ദേഹമാണ് എഴുതിയത്. സമീപകാലത്ത് കുറച്ച് മലയാള സിനിമകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഇദ്ദേഹം പതിയെ സ്റ്റെറിയോ ടൈപ്പിംഗിലേക്ക് പോവുകയാണ്. ഒരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു ജേർണലിസ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ചും വാർത്ത വായിക്കുന്ന ജേർണലിസ്റ്റ് ആയിട്ടാണ് മിക്ക സിനിമകളിലും കാണിക്കുന്നത്. ഡാഡി കൂൾ, സംസാരം ആരോഗ്യത്തിന് ഹാനികരം, മരണമാസ് പോലുള്ള ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തെ TVയിലെ വാർത്ത വായിക്കുന്ന ജേർണലിസ്റ്റായി സ്ഥിരം കാണിക്കാറുണ്ട്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തു കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ദിനീഷ് P. നായാട്ട് എന്ന സിനിമയിലെ ഈ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യ സിനിമയായ നായാട്ടിൽ നായകനോട് തട്ടിക്കയറി അടിയുണ്ടാക്കുന്ന, കാണുന്ന പ്രേക്ഷകരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയ വ്യക്തിയാണ് ദിനീഷ് P. തന്റെ ആദ്യ സിനിമ ഹിറ്റായതുകൊണ്ട് തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ ഗുണ്ട അല്ലെങ്കിൽ നായകനുമായി അടിയുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. എന്തിനു പറയാൻ, കോസ്റ്റ്യൂമും താടിയും മുടിയും പോലും പല സിനിമകളിലും ഒരുപോലെ തന്നെയാണ്. നായാട്ട് മാത്രമല്ല, RDX, കൊത്ത്, തലവൻ പോലുള്ള സിനിമകളെല്ലാം ഇദ്ദേഹത്തെ സ്റ്റെറിയോ ടൈപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായ ഇദ്ദേഹത്തെ സ്റ്റെറിയോ ടൈപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമീപകാലത്തെ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ. നായാട്ടിലെ കഥാപാത്രത്തിന് സമാനമായ വേഷങ്ങളാണ് കിട്ടുന്നതെന്നും നായകനുമായി അടിയുണ്ടാക്കേണ്ടതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി താനൊരു പ്രൊഫഷണൽ കളരിയിൽ ജോയിൻ ചെയ്തു എന്നുവരെ അദ്ദേഹം ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചു. നല്ല ഒരു കലാകാരനെ സ്റ്റെറിയോ ടൈപ്പ് ആക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ചാലി പാല. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ ആക്റ്റീവായി അഭിനയിക്കുന്ന ഒരു നടനാണ് ചാലി പാല. ഇദ്ദേഹത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഇദ്ദേഹം അഭിനയിച്ച 90% സിനിമകളിലും ഇദ്ദേഹം പോലീസ് യൂണിഫോമിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ നല്ലൊരു ശതമാനവും നെഗറ്റീവ് റോളും. പല സിനിമകളിലും ഇദ്ദേഹം ജയിൽ വാർഡനായോ അല്ലെങ്കിൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥനായോ വന്ന് ജയിലിൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പ്രധാന കഥാപാത്രത്തെ നോക്കി മതി, കഴിഞ്ഞു എന്നുള്ള ഡയലോഗുകൾ മാത്രം പറയാനായി വന്ന് നിന്നിരുന്നു എന്നുള്ളതാണ്. പറയുമ്പോൾ ചെറിയൊരു തമാശയാണെങ്കിൽ പോലും ഒരു നടനെ സ്റ്റെറിയോ ടൈപ്പാക്കി ഉപയോഗിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചാലി പാല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.